അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബി.എഡ് ഫസ്റ്റ് സെമസ്റ്റർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഓപ്ഷണൽ അറബി കോഴ്സിൻ്റെ തിയററ്റിക്കൽ ബേസിസ് ഓഫ് ടീച്ചിങ് അറബി എന്നുള്ള ടോപ്പിക്കിലാണ് ഇന്ന് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഖതവാത്തുൽ അല്ലെങ്കിൽ മറാഹിലുൽ മഷ്റൂഅ, പ്രൊജക്റ്റ് ചെയ്യുന്നതിന് കൃത്യമായൊരു സ്റ്റെപ്സ് ഉണ്ട്, അതൊരു രീതിയുണ്ട്. അപ്പോൾ ആ രീതിയിൽ വേണം അത് ചെയ്യാൻ. അത് ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ ഇങ്ങനെ വരാറുണ്ട്, അപ്പോൾ അത് കൃത്യമായി നോട്ട് ചെയ്യുക. ഓക്കെ, ആദ്യമായി ചെയ്യേണ്ടത് തഅയീനുൽ മൗളൂ, വിഷയം തിരഞ്ഞെടുക്കണം. അല്ലെങ്കിൽ ഉൻവാൻ, വിഷയം എന്ത് ചെയ്യണം, തിരഞ്ഞെടുക്കണം. അതിനുശേഷം മുഖദ്ദിമ, ആമുഖം എഴുതണം. ആമുഖം എഴുതിയതിന് ശേഷം അത്തഖ്തീത്ത്, പ്ലാൻ ചെയ്യണം. എങ്ങനെയാണ് പ്രൊജക്റ്റ് കൊണ്ടുപോകേണ്ടത് എന്ന് കൃത്യമായി പ്ലാൻ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കണം ജംഉൽ മഅലൂമാത്ത്, വിഷയങ്ങൾക്കനുസരിച്ചിട്ടുള്ള, പ്ലാൻ ചെയ്തതിനനുസരിച്ചിട്ടുള്ള ഇൻഫർമേഷൻസുകൾ കളക്ട് ചെയ്യണം. ഒരുമിച്ച് കൂട്ടണം. അതിനുശേഷം തഹ്ലീൽ, അത് അനലൈസ് ചെയ്യണം, വിശകലനം ചെയ്യണം. വിശകലനം ചെയ്തതിന് ശേഷം മാത്രമാണ് തഖ്രീർ, റിപ്പോർട്ട് തയ്യാറാക്കാൻ പാടുള്ളൂ. റിപ്പോർട്ട് തയ്യാറാക്കി തഖ്ദീം, സബ്മിറ്റ് ചെയ്യുക. ചില ഖത്വാത്തിൽ കാണാൻ സാധിക്കും മറാജി ഉണ്ടാകും എന്ന്. ത്വരീഖത്തുൽ മഷ്റൂഇലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്, ഒരുപാട് തവണ ആവർത്തിച്ച് വന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ ത്വരീഖത്തുൽ മഷ്റൂഅ് വിശദീകരിക്കാനും അതുപോലെ തന്നെ അതിൻ്റെ ഖത്വാത്തുകൾ, സ്റ്റെപ്പുകൾ എഴുതാനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫവായിദുകൾ എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ന്യൂനതകൾ എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ ചോദിച്ചാൽ പോലും എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ഫവായിദുഹ, അതിലെ അഡ്വാൻറ്റേജ്, ത്വരീഖത്തുൽ മഷ്റൂഅ് അതിൻ്റെ അഡ്വാൻറ്റേജാണ്, ഗുണങ്ങളാണ് പറയുന്നത്. ഒന്ന്, അത്തഅല്ലുമു മുതഅല്ലഖും ബിൽ ഹയാത്തിൽ യൗമിയ്യ വതജ്രിബത്തുൻ നഫ്സിയ്യ. ത്വരീഖത്തുൽ മഷ്റൂഅ് ഇൻഡിവിജ്വലായിട്ടുള്ള എക്സ്പീരിയൻസിനും അതുപോലെ തന്നെ ഡെയിലി ലൈഫിലുമായി ബന്ധപ്പെട്ടിട്ടാണ് ശരിക്ക് ഇതിൻ്റെ പഠനം പോകുന്നത്. രണ്ട്, യജ്ദു ത്വാലിബു ഫുർസത്തൻ ലിൽ മുശാറകതി അൽ ഫഅൽ വന്നശാത്തി ദായിമ. അത് നിരന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കും ആക്ടിവിറ്റീസിനും അതുപോലെ തന്നെ എഫക്റ്റീവായിട്ടുള്ള പങ്കാളിത്തം, അതായത് പാർട്ടിസിപ്പേഷനും അവസരം നൽകുന്നുണ്ട് വിദ്യാർത്ഥിക്ക്. മൂന്ന്, യുംകിനു ത്വാലിബ് അൻ യുഫക്കിറ ഫിൽ മൗളൂഇ ബിനഫ്സിഹി. ഒരു കൃത്യമായ ഒരു വിഷയത്തിൽ വിദ്യാർത്ഥിക്ക് സ്വയം ചിന്തിക്കാനുള്ള അവസരം ത്വരീഖത്തുൽ മഷ്റൂഅ് നൽകുന്നുണ്ട്. ഇനി അതിൻ്റെ ന്യൂനതകൾ, മആയിബിഹ, വിശദീകരിക്കാൻ പോവുകയാണ്. ലാ തഅ്തനി ബിത്തദറുബി ശഫവി വൻ നുത്ഖി ലിദാ തലീഖു ഹാദൽ ത്വരീഖ ഫിൽ ഫുസൂലിൽ ലുഗവി ഇല്ലാ നാദിറ. ഓറലായിട്ടുള്ള പ്രൊണൗൺസിയേഷനുമായി ബന്ധപ്പെട്ട, ഉച്ചാരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശീലനങ്ങളെ ഇത് കൃത്യമായിട്ടൊന്നും പരിഗണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഭാഷാ പഠനങ്ങളിൽ അല്ലെങ്കിൽ ഭാഷാ ക്ലാസ്സുകളിൽ വളരെ വിരളമായിട്ടാണ് ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭാഷാ പഠനത്തിന് ഇത് ആപ്റ്റബിൾ അല്ല എന്നാണ് പറയുന്നത്. രണ്ട്, ത്വബീഅത്തു ലുഗ മുഖ്തലിഫത്തുൻ തമാമൻ അൻ ഹാദിഹി ത്വരീഖ ലിഅന്ന ലുഗ തഹ്താജു ഇല തദറുബി അൽ മുതകർരിറ ഫിൽ മുഖദ്ദറാത്തിൽ അർബഅ. LSRWവിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് തുടർച്ചയായിട്ടുള്ള പരിശീലനമാണ് ഭാഷ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ മെത്തേഡ് പൂർണ്ണമായും ഭാഷയുടെ ത്വബീഅത്തിന് വ്യത്യസ്തമായി നിലകൊള്ളുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഭാഷയെ സംബന്ധിച്ചിടത്തോളം ഈ മെത്തേഡ് യൂസ്ഫുൾ. ഒന്നാമത്തെ ചോദ്യം ഈ ഭാഗത്തു നിന്ന് വന്നത് അത്വരീഖത്തുൽ മഷ്റൂഅ് ഫവായിദുഹ വ മആയിബിഹ. ത്വരീഖത്തുൽ മഷ്റൂഇൻ്റെ ഗുണങ്ങളും അതിൻ്റെ ന്യൂനതകളും. രണ്ട്, ഖതവാത്തു ത്വരീഖത്തുൽ മഷ്റൂഅ്, ത്വരീഖത്തുൽ മഷ്റൂഇൻ്റെ സ്റ്റെപ്പുകൾ. അഇദ് ബയാനൻ അൻ ത്വരീഖത്തി അൽ മഷ്റൂഅ്,
ത്വരീഖത്തുൽ മശ്റൂഇനെ കുറിച്ചുള്ള ഒരു വ്യക്തത നൽകാൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ ഏകദേശം ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇതിൽ അഇദ് ബയാനൻ ത്വരീഖുൽ മശ്റൂ എന്ന് പറയുമ്പോൾ അതൊരു 4 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് മുഴുവൻ കാര്യങ്ങളും അതിൽ എഴുതാൻ പറ്റും. ഓക്കെ, ഈ പറഞ്ഞ ത്വരീഖുൽ മശ്റൂഇനെ കുറിച്ച് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും അതിൽ എഴുതാൻ പറ്റും. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.